മക്കളെ, നമ്മുടെ ആദ്യത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. കേരളത്തിൽ MBBS-ലേക്കും BDS-ലേക്കും കൂടെ അഡ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ അലോട്ട്മെന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 4 അലോട്ട്മെന്റുകളിലായിട്ടാണ് നമ്മുടെ അഡ്മിഷൻസ് കംപ്ലീറ്റ് ആവുന്ന കേരളത്തിൽ MBBS-ലേക്കും BDS-ലേക്കും. അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, പിന്നെ അത് കഴിഞ്ഞ് മോപ്പപ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ സ്ട്രേ വേക്കൻസി. ഇങ്ങനെ 4 അലോട്ട്മെന്റുകളായിട്ടാണ് നമ്മുടെ അലോട്ട്മെന്റുകൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. അപ്പോൾ MBBS-ലേക്കും BDS-ലേക്കും ഗവൺമെന്റിലേക്കും സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കുള്ള ആദ്യത്തെ അലോട്ട്മെന്റിലാണ് ഇപ്പോൾ പബ്ലിഷ് ആയിരിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും c.kerala.gov.in പറയുന്ന സൈറ്റിലൂടെ നിങ്ങളുടെ ഏത് കോളേജിലാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇനി മുന്നോട്ടേക്ക് ഉറപ്പായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി, നിങ്ങളിപ്പം ഏതാണോ ടോപ്പിൽ കൊടുത്തേക്കുന്ന ഓപ്ഷൻ, അതിൽ നിന്നാണ് അവരെപ്പോഴും അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കുക. നമ്മുടെ കേരള അലോട്ട്മെന്റിൽ നമുക്ക് പുതിയതായിട്ട് ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റൂല. ഇതൊക്കെ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന നിങ്ങളൊരു 10ാമത് കൊടുത്ത ഓപ്ഷൻ ആണെങ്കിൽ അതിന് താഴത്തേക്കുള്ള ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ആയി പോവും. അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ടേക്ക് മുകളിലേക്കുള്ളതാണ് പരിഗണിക്കുക. നിങ്ങൾ ഇപ്പം കിട്ടിയേക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനന്റ് ആയിട്ട് ജോയിൻ ആവും. അത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ആവും. ഇനി അതല്ല, നിങ്ങളിനി ഹയർ ഓപ്ഷൻസിലേക്ക് പോകുന്നുണ്ടെന്നാണെങ്കിൽ ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ എല്ലാവരും അഡ്മിഷൻ കിട്ടിയ എല്ലാവരും തന്നെ ഒരു കാര്യം ചെയ്യുക, ഓൾ ഇന്ത്യയിലും കൂടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫീസ് അടച്ചിട്ട് നിങ്ങൾ ഏതാണോ അലോട്ട് ചെയ്യപ്പെട്ടേക്കുന്ന കോളേജുകൾ, ആ കോളേജിൽ പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ ചിലപ്പോഴും നിങ്ങളിപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് കിട്ടിയെങ്കിൽ നമ്മൾ ആ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അടയ്ക്കേണ്ട എല്ലാ എമൗണ്ടും തന്നെ നമ്മൾ എൻട്രൻസ് കമ്മീഷനിലേക്ക് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഗവൺമെന്റിലേക്ക് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ എക്സസ് എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് വരും. ഓക്കെ, അപ്പോൾ അതൊന്നും ടെൻഷൻ ആവണ്ട. ഓക്കെ, ഈ തവണ ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് എല്ലാവർക്കും ഇനിയും ഏറ്റവും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ഈ അലോട്ട്മെന്റിൽ നിങ്ങൾ വരാത്ത കുട്ടികളാണെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കോളേജുകൾ നിങ്ങൾക്ക് കിട്ടട്ടെ. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ബോർഡർ ലൈനിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും JPC-ലേക്ക് അവരോട് വരാനും കൂടെ നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യുക. കാരണം ഈ ഒരു വർഷം കേരളത്തിലെ ആദ്യത്തെ 10 റിസൾട്ടിനുള്ളിൽ ഒരാൾ നമ്മുടെ JPC-ന്നാണ് 7th റാങ്കാണ് വന്നത്. വളരെ കുറഞ്ഞ നമ്പർ കുട്ടികൾ മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ. 200ഓളം കുട്ടികളിൽ നിന്നാണ് നമ്മൾ ആ 7ാമത്തെ റാങ്ക് വാങ്ങിച്ചത്. അത് കൂടാതെ കേരള 23ാമത്തെ റാങ്ക്, 91, 93, 122. ഓക്കെ, ST കാറ്റഗറിയിൽ 20ാമത്തെ റാങ്ക്, ഇതൊക്കെ തന്നെ നമുക്ക് ഈ വർഷം വന്നിട്ടുണ്ട്. ആദ്യത്തെ റാങ്കുകളിൽ എനിക്ക് തോന്നുന്നു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, കുറേ കുട്ടികൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 187ഓളം റാങ്കുകൾ വന്നപ്പോൾ ഈ കുഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് 200 കുട്ടികളിൽ നിന്ന് 4 പേര് 100-ലെത്തി എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. സോ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്ന മക്കളാണെങ്കിൽ ധൈര്യത്തോടുകൂടെ നിങ്ങൾക്ക് JPC-ലേക്ക് വരാം. ഞങ്ങൾ ഉണ്ടാവും കൂടെ അവസാന മൊമെന്റ് വരെ. ഓക്കെ മക്കളെ.